2 ദിനവൃത്താന്തം 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യോവാശ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരൂശലേമിൽ വാണു. ബേർശേബക്കാരത്തിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യ എന്നു പേർ. യഹോയാദാ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. യഹോയാദാ അവന് 2 ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അനന്തരം യോവാശ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവെച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി അവരോട്, യഹൂദാ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രയേലിൽ നിന്നും ദ്രവ്യം ശേഖരിപ്പീൻ. ഈ കാര്യം വേഗം നിവർത്തിക്കണം എന്ന് കൽപ്പിച്ചു. ലേവ്യരോ അതിനു ബന്ധപ്പെട്ടില്ല. ആകയാൽ രാജാവ് തലവനായ യഹോയാദയെ വിളിപ്പിച്ച് അവനോട്, സാക്ഷ്യകൂടാരത്തിന് യഹോവയുടെ ദാസനായ മോശെ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യഹൂദയിൽ നിന്നും യെരൂശലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേവ്യരോടും ഇസ്രായേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത്? ദുഷ്ടസ്ത്രീയായ അഹില്യയുടെ പുത്രന്മാർ ദൈവാലയം പൊളിച്ചു കളഞ്ഞു യഹോവയുടെ ആലയത്തിലെ സകല നിവേദിതങ്ങളെയും ബാൽ വിഗ്രഹങ്ങൾക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാജകൽപ്പന പ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ പുറത്തുവെച്ചു. ദൈവത്തിന്റെ ദാസനായ മോശെ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിന്മേൽ ചുമത്തിയ പിരിവ് യഹോവയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ അവർ യഹൂദയിലും യെരൂശലേമിലും പരസ്യം ചെയ്തു. സകല പ്രഭുക്കന്മാരും സർവ്വജനവും സന്തോഷിച്ചു. കാര്യം തീരും വരെ അവർ കൊണ്ടുവന്ന് പെട്ടകത്തിലിട്ടു. ലേവ്യർ പെട്ടകമെടുത്ത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെയുണ്ടെന്ന് കണ്ടാൽ രാജാവിന്റെ രായസക്കാരനും മഹാപുരോഹിതന്റെ കാര്യസ്ഥനും വന്ന് പെട്ടകം ഒഴിക്കുകയും പിന്നെയും എടുത്തു അതിന്റെ സ്ഥലത്ത് കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും. ഇങ്ങനെ അവർ ദിവസം പ്രതി ചെയ്തു ബഹുദ്രവ്യം ശേഖരിച്ചു. രാജാവും യഹോയാദയും അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവർക്ക് കൊടുത്തു. അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ കൽപ്പണിക്കാരെയും ആശാരികളെയും യഹോവയുടെ ആലയം കേടുപോക്കുവാൻ ഇരുമ്പും താമ്രവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കൂലിക്ക് വെച്ചു. അങ്ങനെ പണിക്കാർ വേല ചെയ്തു അറ്റകുറ്റം തീർത്തു ദൈവാലയം യഥാസ്ഥാനത്താക്കി ഉറപ്പിച്ചു. പണി തീർത്തിട്ട് ശേഷിച്ച ദ്രവ്യം അവർ രാജാവിന്റെയും യഹോയാദയുടെയും മുമ്പിൽ കൊണ്ടുവന്നു. അവർ അതുകൊണ്ട് യഹോവയുടെ ആലയം വകയ്ക്കു ഉപകരണങ്ങളുണ്ടാക്കി. ശുശ്രൂഷയ്ക്കായും ഹോമയാഗത്തിനായുള്ള ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ. അവർ യഹോയാദയുടെ കാലത്തൊക്കെയും ഇടപെടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു. യഹോയാദ വയോധികനും കാലസമ്പൂർണനുമായി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ഇസ്രയേലിൽ ദൈവത്തിന്റെയും അവന്റെ ആലയത്തിന്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്കൊണ്ട് അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു. യഹോയാദ മരിച്ച ശേഷം യഹൂദാ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി. രാജാവ് അവരുടെ വാക്ക് കേട്ടു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ചു അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപം വന്നു. അവരെ യഹോവയിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു. എങ്കിലും അവർ ചെവി കൊടുത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് യഹോയാദാ പുരോഹിതന്റെ മകനായ സെക്കരിയാവിന്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതവണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നതെന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ചു അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ രാജാവ് അവന്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ആയാണ്ട് കഴിഞ്ഞപ്പോൾ അരാമ്യ സൈന്യം അവന്റെ നേരെ പുറപ്പെട്ടു. അവർ യഹൂദയിലും യെരൂശലേമിലും വന്ന് ജനത്തിന്റെ സകല പ്രഭുക്കന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു. കൊള്ളയൊക്കെയും ദമേശേക്ക് രാജാവിന് കൊടുത്തയച്ചു. അരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ടു വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ. ഇങ്ങനെ യോവാശിനോട് അവർ ന്യായവിധി നടത്തി. അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധിയാലായിരുന്നു അവനെ വിട്ടേച്ചു പോയത്. യഹോയാദാ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തനിമിത്തം അവന്റെ സ്വന്തം ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു.
അവന് ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു, രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ല താനും. അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരോ അമ്മോന്യ സ്ത്രീയായ ശിമയാത്തിന്റെ മകൻ സാബാദും മോവാബിയ സ്ത്രീയായ ശിമ്രീത്തിന്റെ മകൻ യഹോസാബാദും തന്നെ. അവന് പുത്രന്മാരുടെയും അവന് വിരോധമായുള്ള പ്രവചന ബാഹുല്യത്തിന്റെയും ദൈവാലയം അറ്റകുറ്റം തീർത്തതിന്റെയും വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ മകനായ അമസ്യാവ് അവനു പകരം രാജാവായി.